വടകരയിലെ നാഷണൽ ഹൈവേ സർവീസ് റോഡുകളിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ എംഎൽഎയുടെയും ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. സർവീസ് റോഡുകളുടെ നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ എംഎൽഎ നടത്തിയ പ്രതിഷേധ സമരത്തെ തുടർന്നാണ് ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് മേധാവികളുടെയും അടിയന്തര യോഗം വടകര റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്തത്. ദേശീയപാതയിൽ അഴിയൂർ മുതൽ മൂരാട് വരെയുള്ള സർവീസ് റോഡ് മഴ കഴിഞ്ഞ ഉടൻ 10 ദിവസത്തിനുള്ളിൽ കുഴികളടച്ച് ഗതാഗത യോഗ്യമാക്കുമെന്ന് കെ രമ എംഎൽഎയും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വടകര മേഖലയിൽ ദേശീയപാതയിലെ ഗതാഗത തടസ്സവും മണ്ണിടിച്ചിൽ, സർവീസ് റോഡ് തകർച്ച, ഗതാഗതക്കുരുക്ക് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച വകുപ്പ് മേധാവികളുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. നേരത്തെ ലിങ്ക് റോഡിൽ നിന്ന് സർവീസ് നടത്തിയ ബസ്സുകൾ പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇത് വീണ്ടും ലിങ്ക് റോഡിലേക്ക് ബുധനാഴ്ച മുതൽ താൽക്കാലികമായി സർവീസ് നടത്തും. വടകര അഞ്ചുവിളക്ക് ജംഗ്ഷൻ മുതൽ RTO ഓഫീസ് വരെ റോഡിന് നടുവിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് ഗതാഗതം സുഗമമാക്കും. മീത്തലെ മുക്കാളിയിലെ ദേശീയപാത സംരക്ഷണ ഭിത്തി നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തും. അടിപ്പാത സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ഉന്നയിച്ച ആവശ്യം ദേശീയപാത അതോറിറ്റിയെ അറിയിച്ചതായി കളക്ടർ പറഞ്ഞു. വടകരയിലെ ട്രാഫിക് പരിഷ്കരണങ്ങളെപ്പറ്റി പഠനം നടത്താൻ NITയെ ചുമതലപ്പെടുത്തിയതായി MLA അറിയിച്ചു. അവലോകന യോഗത്തിൽ RDO KK പ്രസീൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ, മുനിസിപ്പൽ ചെയർമാൻ PK ശശി തുടങ്ങിയവർ പങ്കെടുത്തു. ട്രാഫിക് പ്രശ്നവും നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാക്കാത്ത വിഷയവുമാണ് ഇന്ന് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. ബഹുമാനപ്പെട്ട കളക്ടറും DYSPയും RDO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വിളിച്ചു ചേർന്നിട്ടാണ് ഇന്നത്തെ മീറ്റിംഗ് നടത്തിയത്. അതിൽ കുറെ കാലമായി വടകര അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്, പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കുറച്ച് തീരുമാനങ്ങൾ നമ്മൾ ഇന്നത്തെ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. അതിലൊന്ന്, അപ്പുറത്തുനിന്ന് തലശ്ശേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പെരുവാട്ടുംതാഴ വെച്ചിട്ട് അവിടുത്തെ ആ പാലത്തിന്റെ അടിയിൽ ഒഴിവാക്കിയിട്ട് അവിടുന്ന് നേരെ പഴയ സ്റ്റാൻഡിലേക്ക് കടക്കുന്ന രൂപത്തിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം. ഇങ്ങനെ ടേൺ ചെയ്ത് വരുന്നതിന് പകരം അവിടെ കോൺക്രീറ്റ് ചെയ്ത് വാഹനം താഴേക്ക് വരാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അത് 2 ദിവസം കൊണ്ട് ബുധനാഴ്ചയാകുമ്പോഴേക്കും അതിന്റെ പണി പൂർത്തിയാക്കിയിട്ട് അതുവഴി വാഹനം കടത്തിവിടുന്ന ഒരു തീരുമാനമാണ്. മറ്റൊന്ന്, ഈ ലിങ്ക് റോഡിൽ നിന്ന് നേരെ പോകുന്ന വാഹനം അതും ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത്. അതും നേരെ ആ പാലത്തിന്റെ അടിയിൽ കൂടി കോൺക്രീറ്റ് ചെയ്ത് നേരെ ഹോസ്പിറ്റൽ റോഡിലേക്ക് കടത്തിവിടുന്ന ഒരു തീരുമാനം, ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ഈ വടകരയിൽ പഴയ ബസ് സ്റ്റാൻഡ്, അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നിന്ന് RDO ഓഫീസ് വരെയുള്ള സ്ഥലങ്ങളിൽ നടുക്ക് ഡിവൈഡർ വെച്ചുകൊണ്ട് 2 സൈഡിലേക്കും വാഹനങ്ങൾ 2 ഭാഗത്തു കൂടെ വിടുന്ന രൂപത്തിലേക്കുള്ള കർശനമായ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ലിങ്ക് റോഡിലുള്ള നേരത്തെ ലിങ്ക് റോഡിൽ നിന്ന് മാറ്റി ഉണ്ടായിരുന്ന പാർക്കിംഗ് നമ്മള് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനപ്രകാരം ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിയിരുന്നു. ആ തീരുമാനം തൽക്കാലത്തേക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ ഓണം കഴിയുന്നത് വരെ എങ്കിലും ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഓണം കഴിയുന്നത് വരെ ആ ലിങ്ക് റോഡിൽ നിന്നുള്ള പാർക്ക് തന്നെ തുടരാൻ, നേരത്തെ പോലെ തന്നെ റിംഗ് റോഡിൽ ബസ് പാർക്ക് ചെയ്ത് ആളുകളെ ഇറക്കുന്ന ഒരു സംവിധാനം ഈ ചുറ്റി മാർക്കറ്റ് റോഡ് വഴി വരുന്നത് ഒഴിവാക്കി ലിങ്ക് റോഡിൽ തന്നെ ഇറക്കാനുള്ളത് താൽക്കാലികമായിട്ട് ഓണം കഴിയുന്നത് വരെയെങ്കിലും ഇപ്പോൾ നടത്താൻ അത് ഈ ഒരു കളക്ടർ നാളെ ഓർഡർ ഇടും. അതിനെപ്പറ്റി തീരുമാനം എടുത്തിട്ടില്ല. കാരണം അത് നമ്മളുടെ തലത്തിലും തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം അത് നാഷണൽ ഹൈവേയുടെ ഹയർ അതോറിറ്റീസിൽ പോയി അവരത് എഗ്രി ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. വളരെയധികം അലൈൻമെന്റ് ഡിഫറൻസ് വരുന്ന പ്രപ്പോസൽസ് ആണ് അതെല്ലാം. അപ്പം അത് കൃത്യമായിട്ട് ടെക്നിക്കൽ ഫീസിബിലിറ്റി നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അറിയാം, സമരം നടക്കുന്ന കാര്യം അറിയാം, പറഞ്ഞല്ലോ. പക്ഷെ ഓരോ ചേഞ്ച് വരുമ്പോഴും അതില് വലിയ എമൗണ്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. അതിനപ്പുറം ഇത് എത്രത്തോളം ഇപ്പൊ ഡിലേ ആയിട്ടുണ്ടോ അത്രത്തോളം ഡിലേ ഇനിയും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം എല്ലാം കൂടി ആലോചിച്ചിട്ട് അതിന്റെ ടെക്നിക്കൽ ഫീസിബിലിറ്റി വെച്ചിട്ട് എന്താണോ നടപ്പിലാക്കാൻ പറ്റുന്നത് അത് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യും.